ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബാങ്ക് എക്സാംസ് ക്രാക്ക് ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സ്, ഒരു 7 പോയിൻറ്റ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. ഞാൻ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ പോയിൻറ്റ്സ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയെടുത്തതാണ്. സോ നിങ്ങൾ ഇപ്പോൾ ബാങ്കിനും അല്ലെങ്കിൽ LIC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ പോയിൻറ്റ്സ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അതിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫൈൻഡ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നാണ്. അതിൽ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് QA വളരെ സ്ട്രോങ് ആയിരുന്നു. അപ്പം QAയുടെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് 99%, 98% കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കും എൻ്റെ കോമ്പറ്റീറ്ററിനും ചിലപ്പോൾ അദ്ദേഹത്തിനും QA നല്ല സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ആ സമയം അദ്ദേഹത്തിൻ്റെ റീസണിങ്ങും സ്ട്രെങ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ബെറ്റർ ആക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് റീസണിങ് എന്തായാലും കുറേയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ QAക്ക് നമുക്ക് ഒരുപാട് മാർക്ക് മേടിക്കുവാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുമല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തോട്ട്. പക്ഷെ ഞാൻ എക്സാം എഴുതുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി 35 ക്വസ്റ്റ്യനിൽ ഒരു മാക്സിമം ഒരു 30 മുതൽ 32 ക്വസ്റ്റ്യൻസ് വരെ എനിക്ക് എല്ലാം വായിച്ചെടുത്ത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലായ്പ്പോഴും ചോദിക്കണം എന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ QA മാത്രം വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റീസണിങ്ങും ഞാൻ സ്ട്രെങ്ത് ചെയ്തെടുക്കണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ റീസണിങ്ങിൽ ഞാൻ ഒരുപാട് വീഡിയോസ് കാണാൻ തുടങ്ങി. അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ ഓരോരുത്തരുടെ സ്ട്രാറ്റജി ആയിരുന്നു, ഓരോരുത്തരുടെ രീതിക്കായിരുന്നു അവരവർ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വരും. ഇപ്പോൾ ഫ്ലാറ്റ് ബേസ്ഡ്, ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ അവരുടെ ഒരു മെത്തേഡിൽ എനിക്ക് അങ്ങനെ വരച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഞാൻ തന്നെ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള എൻ്റെ രീതിക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. സോ നിങ്ങൾക്കൊരു വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീക്ക് പോയിന്റിലും കൂടി ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. വീക്ക് പോയിന്റ് ഫോക്കസ് ചെയ്ത് നിങ്ങൾ അതിൽ ബെറ്റർ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ടോപ്പിക് ബേസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമുക്കിപ്പം അഡയിലായാലും ടെക്സ്റ്റ് ബുക്കിലായാലും നമ്മൾ കാണാറുണ്ട് ടോപ്പിക് ബേസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും സെക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്യുന്നത്. ഇപ്പം QAയുടെ ഇത്ര സെക്ഷനിൽ 35 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും വരുന്നുണ്ടല്ലോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നുണ്ട്, പെർസെൻറ്റേജ് വരുന്നുണ്ട്. അപ്പം എനിക്ക് എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഈ സെക്ഷനിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്തിന് ടോപ്പിക് ബേസ് ചെയ്യണം എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ ഓരോ ടോപ്പിക് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓരോ ടോപ്പിക്കിനും നിങ്ങൾക്ക് എത്ര നോളജ് ഉണ്ടെന്ന്. സോ ടോപ്പിക് ബേസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. പ്രാക്ടീസ് മോക്ക് ചെയ്യുന്നത് ഓക്കെ, ടോപ്പിക് ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഒരു ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുവിധം ശരാശരി എല്ലാവരും ഒരു മോക്ക് ടെസ്റ്റ്, ഒരു പ്രിലിംസിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും ഈ സിസ്റ്റത്തിൽ നോക്കിയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം നമ്മളൊരു ഓൺലൈൻ എക്സാം എഴുതുമ്പോഴത്തേക്കും എല്ലാവരും പറയും സിസ്റ്റത്തിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ നമ്മൾ അപ്പോഴും വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. നമുക്ക് PDF കോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ IBPS ഗൈഡിലൊക്കെ ആണെങ്കിൽ PDF കോഴ്സസ് ഉണ്ട്. അതിന് കമ്പാരിറ്റീവ്ലി പ്രൈസ് വളരെ കുറവാണ്. നമ്മൾ ടെസ്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും വില കുറവാണ്. അതിൽ Day 1, Day 2, Day 3, Day 4, Day 5 എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കായിട്ട് തന്നെ അവർ ഇടാറുണ്ട്. സോ ആ PDF കോഴ്സുകൾ നമ്മളെപ്പോഴും ഫോക്കസിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ സോൾവ് ചെയ്യാൻ പഠിക്കണം. PDF ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുമ്പോഴും നമ്മൾ ഇത്രയും പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു സംതൃപ്തിയും കൂടി നമുക്ക് ഉണ്ടാവും. അതും ഒരു വലിയ കാര്യമാണ്. നമ്മളിപ്പം ഓൺലൈനിൽ മാത്രം ചെയ്യുമ്പോഴത്തേക്കും ശരി നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇത്രയും നമ്മൾ പ്രിപ്പയർ ചെയ്ത് മതിയാവോ എന്നുള്ള ഭയങ്കര ഒരു സ്ട്രെസ്സായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ PDF ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുമ്പോഴും ശരി ഇത്രയും ടോപ്പിക്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു മനസ്സമാധാനം എനിക്കുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്ട്രെസ്സിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറച്ചൊക്കെ സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിരിക്കണം. സോ ഈ PDF കോഴ്സുകൾ അതിനെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും പ്രിലിംസ് ആയിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടാവുന്നത്. പ്രിലിംസ് എങ്ങനെയും ക്രാക്ക് ചെയ്യണം. മെയിൻസിന് കമ്പാരിറ്റീവ്ലി നമുക്ക് ചെയ്യാം, നമുക്ക് സമയമുണ്ടല്ലോ. പ്രിലിംസ് കടന്നു കിട്ടിയാലല്ലേ മെയിൻസിലേക്ക് പോകാൻ പറ്റൂ എന്നൊക്കെയുള്ളൊരു എന്താ പറയുക ചിന്താഗതിയായിരുന്നു എൻ്റെ മൈൻഡിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പ്രിലിംസ് ഒക്കെ കയറി പോകാൻ തുടങ്ങി. പക്ഷേ മെയിൻസ് എപ്പോഴും താഴെ പോകും.
പ്രിലിംസിന് നമുക്ക് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മെയിൻസിന് നമുക്ക് എന്തായാലും ആ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റൂ. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് CA, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ്. സോ ഞാനത് മൈൻഡിൽ വെച്ചിട്ട് പിന്നെ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒരുവിധം 2-3 മെയിൻസ് ഒക്കെ എനിക്ക് പോയപ്പോൾ, നമുക്ക് 2-3 മെയിൻസ് എന്ന് പറയുമ്പോൾ ഓരോ വർഷമാണ്. IBPS ഒക്കെ നമുക്ക് ഓരോ വർഷങ്ങളിൽ ഒരു തവണ മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു എക്സാം എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക് എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം. സോ ഞാൻ CA ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. CA ഫോക്കസ് ചെയ്യുന്നതിൽ ഞാൻ IBPS ഗൈഡിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യാൻ തുടങ്ങി. വീക്കിലി കറണ്ട് അഫയേഴ്സ് ക്ലൗഡിൽ നിന്ന് എടുത്തിട്ട് അതും വീക്കിലി ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അഡയിൽ ആഷിഷ് സാറിൻ്റെ ക്ലാസ്സസ് 7 മണിക്കായിരുന്നു ആ സമയത്ത്, അതും ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. സോ CA ഞാൻ മാറ്റി വെച്ചിരുന്നത് ഞാൻ CA വീണ്ടും എടുത്തു. CA ഓരോ ദിവസവും ഞാൻ CA പഠിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ഈ ജനറൽ നോളേജ്, അത് ഓരോ ടോപ്പിക്ക് ഓരോ ദിവസം വെച്ച് പഠിച്ച് പോകാൻ തുടങ്ങി. സോ പ്രിലിംസ് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു എക്സാമിന് ഇരിക്കുമ്പോഴത്തേക്കും പ്രിലിംസ് ക്രാക്ക് ചെയ്തിട്ട് നമുക്ക് മെയിൻസിലേക്ക് പോകാമെന്നല്ല, നമ്മൾ മെയിൻസിന് വേണ്ടി തന്നെ മൈൻഡിൽ വെച്ചിട്ട് പഠിച്ചു തുടങ്ങാം. അത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ്, അത് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. 5ാമത്തെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷിൽ റീഡിങ് കോംപ്രിഹെൻഷനൊക്കെ എന്തായാലും നമ്മൾ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ വരുന്നതല്ലേ നമുക്ക് എന്തായാലും സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഗ്രാമറൊക്കെ അത്യാവശ്യം നമുക്ക് അറിയാമല്ലോ എന്നൊക്കെ ഉള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. പക്ഷേ ഇംഗ്ലീഷ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി. നമുക്കൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതിൽ എറർ എവിടെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ അതിൻ്റെ ട്രിക്സ് അറിയണം, അല്ലെങ്കിൽ നമുക്ക് ഗ്രാമറിൽ അങ്ങ് പക്കയായിരിക്കണം. ഞാൻ ഗ്രാമറിൽ ഭയങ്കര പക്കയാണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇംഗ്ലീഷിൻ്റെ ട്രിക്സൊക്കെ പഠിച്ചു വെക്കാൻ തുടങ്ങി. ഞാൻ നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് ആയിരുന്നു ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഈ റീഡിങ് കോംപ്രിഹെൻഷൻ വരുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട് എൻ്റെ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മാറി തുടങ്ങി. എഡിറ്റോറിയൽസ് ഫോളോ ചെയ്യാൻ തുടങ്ങി. സോ നിമിഷ മാഡത്തിൻ്റെ എഡിറ്റോറിയൽ ക്ലാസ്സസും അതിൽ വരുന്ന വൊക്കാബുലറിയൊക്കെ ഞാൻ ഡെയിലി ബേസിസിൽ പഠിച്ചു തുടങ്ങി. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിൻ്റെ മാർക്ക് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ അത് സഹായിക്കും. സോ ഇംഗ്ലീഷ് ഒരിക്കലും നിങ്ങൾ മാറ്റി വയ്ക്കരുത്. ഇംഗ്ലീഷ് നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ പോകണം. അത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കായിരുന്നു, അത് നിങ്ങൾ വരുത്താതിരിക്കുക. ലാസ്റ്റ് ടിപ്പാണ് സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് എത്ര തവണ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്ര തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സിംപ്ലിഫിക്കേഷൻ ഞാൻ എടുക്കുമ്പോൾ ഇത് വളരെ ഈസി ആണല്ലോ, എനിക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ എപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ എത്രത്തോളം സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം സമയവും മാർക്കും നിങ്ങൾക്ക് കൂടുതൽ കിട്ടും എക്സാമിൻ്റെ സമയത്ത്. ഇപ്പം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എസ്പെഷ്യലി ഈ റോങ് നമ്പർ സീരീസ് അല്ലെങ്കിൽ നമ്മുടെ മിസ്സിംഗ് നമ്പർ സീരീസ്, അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അതിന് സിംപ്ലിഫിക്കേഷനും ഈ മിസ്സിംഗ് നമ്പറും ഒക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. അത് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവസാനത്തേക്ക് മാറ്റി വയ്ക്കരുത്. ഡെയിലി ബേസിസിൽ തന്നെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. ഒരു 100 ക്വസ്റ്റ്യൻ എങ്കിലും ഡെയിലി നമ്മൾ ചെയ്യണം എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി. ഇതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള 7 പോയിന്റ്സ്. ഇത് നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എക്സാം എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാൻ ആശംസിക്കുന്നു.